ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് അറബിക്കം പ്ലാന്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അറബിക്കം കോംബോ ഓഫറുണ്ട്. 6 പ്ലാന്റാണ് വരുന്നത്. അപ്പോൾ ഒത്തിരി സുഹൃത്തുക്കൾ ചോദിച്ചു, അറബിക്കം പ്ലാന്റിൻ്റെ ഫോട്ടോ ഇട്ട് തരൂ, അതിൻ്റെ പൂക്കളുടെ കളർ എന്താണ് എന്നൊക്കെ. അറബിക്കം പ്ലാന്റ് മനസ്സിലാക്കുക, അറബിക്കം പ്ലാന്റിനാണ് അതിൻ്റെ ഭംഗി, പൂക്കളിനല്ല. അതിൻ്റെ പ്ലാന്റാണ് പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത്. അതിൻ്റെ ഷേപ്പ്, ആ ബോൺസായി രൂപം, അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അറബിക്കം പ്ലാന്റിന് ഫ്ലവർ ഉണ്ടാവാറുണ്ട്. അത് നമ്മുടെ സാധാരണ ഫ്ലവർ പോലത്തെ സാധാ അഡീനിയത്തിൻ്റെ ഫ്ലവർ പോലെ ആയിരിക്കും. പിന്നെ വെള്ളയും കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് അറബിക്കം പ്ലാന്റിൻ്റെ ഫ്ലവർ വരുന്നത്. പ്ലാന്റിനല്ല പ്രത്യേകത, അതിൻ്റെ ആ ഷേപ്പ്, അങ്ങനെയുള്ള പ്രത്യേകതകൾക്കാണ് നമുക്ക് അറബിക്കം ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഒരു സ്വപ്നമായിരിക്കും അഡീനിയം വളർത്തുന്നവർക്ക് ഒരു അറബിക്കം സ്വന്തമാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഓഫർ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇതാണ് അറബിക്കം പ്ലാന്റ്. അപ്പോൾ 6 എണ്ണത്തിന് 1700 രൂപയേ ഉള്ളൂ. നിങ്ങൾക്ക് അറബിക്കം പല സൈറ്റുകളിലും കയറി നോക്കിയാൽ അറിയാം, ഒരെണ്ണത്തിന് തന്നെ 500 രൂപയൊക്കെ കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇത് 6 എണ്ണത്തിന് 1700 രൂപ മാത്രമേ ഉള്ളൂ. എല്ലാത്തിലും ID ഉണ്ടായിരിക്കും. അപ്പോൾ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക. ഒത്തിരി പേർക്ക് അയച്ചു കഴിഞ്ഞു, എല്ലാവർക്കും കിട്ടി. ഇത് പോസ്റ്റൽ വഴിയായിരിക്കും അയക്കുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിലായിരിക്കും പ്ലാന്റ് നിങ്ങളുടെ കൈകളിലെത്തുന്നത്. അപ്പോൾ എല്ലാം വളരെ വ്യത്യസ്തങ്ങളായ അറബിക്കം പ്ലാന്റുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതുപോലുള്ള നല്ല പ്ലാന്റുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇത് ഒന്ന് വാടാൻ വേണ്ടി ഒന്ന് പിഴുത് വെച്ചതിന് ശേഷം ഒരു 3-4 ദിവസം എടുക്കും. അതിന് ശേഷമേ അയച്ചു തരികയുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇലകളൊന്നും കാണുകയില്ല. നട്ട് ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇലകളെല്ലാം വരും. അപ്പോൾ ഞാൻ വാങ്ങിയ അറബിക്കം പ്ലാന്റുകളാണ്. ഇതെല്ലാം ഇലകൾ വന്നു കഴിഞ്ഞു. 1-1.5 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നല്ല രീതിയിൽ ഇലകളെല്ലാം വന്നു തുടങ്ങും. അപ്പോൾ നമ്മുടെ ഈ അറബിക്കത്തിൻ്റെ ഷേപ്പിനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത് അതിൻ്റെ ഭംഗി കൂടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. കുറച്ചുകൂടെ വലുതായിട്ട് മതി. ഇലകൾ കട്ട് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ അതിൻ്റെ കോട്ടക്സ് ഒക്കെ നല്ല രീതിയിൽ ഷേപ്പായി വരികയുള്ളൂ. അതിനുശേഷം നമ്മൾ വയറിംഗ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ ഷേപ്പാക്കി മാറ്റുകയാണ് വേണ്ടത്. അപ്പോൾ 6 പ്ലാന്റിനാണ് 1700 രൂപ. അതുപോലെ തന്നെയാണ് ഈ കോറൽ അഡീനിയം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അറബിക്കം പോലെ തന്നെ ഒരുപാട് ബ്രാഞ്ചുകൾ വരുന്ന ഒരു വിഭാഗമാണ് ഈ കോറൽ അഡീനിയം. അപ്പോൾ അതുമുണ്ട്. 7 എണ്ണം 1600 രൂപയാണ് കോറൽ അഡീനിയത്തിന് വരുന്നത്. അതും നല്ല ഒരു ഭംഗിയുള്ള ഒരു അഡീനിയമാണ്. ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാവും എന്നതാണ് അതിൻ്റെ പ്രത്യേകത. ഇതാണ് കോറൽ അഡീനിയം. അപ്പോൾ ഇതുപോലെ ഒത്തിരി ബ്രാഞ്ചസ് വരും. ഒരുപാട് ബ്രാഞ്ചസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ വലുതാകും തോറും നല്ല ഒരു ഭംഗിയുള്ള അഡീനിയം ആയിരിക്കും ഈ കോറൽ അഡീനിയം. അപ്പോൾ ഇത് ഇന്നലെ കിട്ടിയ ഒരു കസ്റ്റമറിൻ്റെ അൺബോക്സിങ് വീഡിയോയാണ്. നല്ല പ്ലാന്റുകൾ തന്നെയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഒത്തിരി പ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്നും ഓർഡർ ചെയ്ത ഒരു കസ്റ്റമർ കൂടിയാണ് ഇത്. അപ്പോൾ അവർ കോറൽ അഡീനിയം മാത്രമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോറൽ അഡീനിയം 7 എണ്ണം 1600 രൂപയാണ് വില വരുന്നത്. പോസ്റ്റൽ വഴിയായിരിക്കും ഇത് അയച്ചു തരുന്നത്. അപ്പോൾ അഡീനിയം കളക്ഷൻ ഉള്ളവർ കോറൽ അഡീനിയവും അറബിക്കവും വാങ്ങാൻ ശ്രമിക്കുക. ഏറ്റവും നല്ല രീതിയിലുള്ള പ്ലാന്റുകൾ തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. കോറൽ അഡീനിയമാണ് എൻ്റെ കയ്യിലുള്ള കോറൽ അഡീനിയമാണ് ഇതെല്ലാം. നല്ല രീതിയിൽ ഞാനിപ്പോൾ ഏകദേശം നട്ടിട്ട് 1 മാസത്തോളം ആവുന്നതേ ഉള്ളൂ. ഇലകളൊക്കെ വന്ന് തുടങ്ങിയതേ ഉള്ളൂ. നമുക്ക് വലുതാവുന്നതിനനുസരിച്ച് ചട്ടികളൊന്ന് മാറ്റി കൊടുത്താൽ പെട്ടെന്ന് തന്നെ വളർച്ച ഉണ്ടാകും. ഞാനിപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് വളർച്ച കൂടുതൽ ഇല്ലാത്തത്.
ഇനി വളങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ചട്ടിയൊക്കെ മാറ്റി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വളർന്നു വരും ക്വാർട്ട് അഡീനിയം. അപ്പോൾ ഞാൻ അതിൻ്റെ ഇലകളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ശിഖരങ്ങൾ കുറച്ച് വലിപ്പം വയ്ക്കുകയുള്ളൂ. ഇലകൾ നിർത്തി കഴിഞ്ഞാൽ ഇത് വളർന്ന് വലുതാക്കി മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് ഭംഗിയില്ലാതെ വരും. നമുക്ക് ഒരു ബോൺസായി ഷേപ്പ് നിലനിർത്തണമെങ്കിൽ ഇലകൾ കട്ട് ചെയ്ത് കൊടുത്തെങ്കിൽ അതിൻ്റെ ശാഖകളൊക്കെ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതിനെ വയറിംഗ് ഒക്കെ ചെയ്ത് നിർത്തുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഭംഗി ഉണ്ടാവുന്നത്. അപ്പോൾ കുറച്ച് എല്ലുപൊടിയൊക്കെ ഏകദേശം ഇടയ്ക്കൊക്കെ കൊടുക്കുക. അതുപോലെ തന്നെ ഫംഗിസൈഡ് നല്ല രീതിയിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഫംഗിസൈഡ് കൊടുക്കുക. കലക്കി അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും വേണം. നമ്മൾ അഡീനിയം വളർത്തുമ്പോൾ എപ്പോഴും അതിൻ്റെ ശ്രദ്ധ ഉണ്ടായിരിക്കണം. കാരണം എല്ലാ ദിവസവും കിട്ടുന്ന സമയത്തൊക്കെ അതിൻ്റെ ചുവട്ടിൽ പോയി അതിൻ്റെ കോഡക്സ് ഒക്കെ ഒന്ന് ഞെക്കി നോക്കുക, ഞെങ്ങുന്നുണ്ടോ നോക്കുക. അല്ലെങ്കിൽ ഇലകൾ മഞ്ഞളിച്ച് വരികയാണെങ്കിൽ, ഒരുപാട് മഞ്ഞളിച്ച് വരികയാണെങ്കിൽ വളം കൂടിയാലും അങ്ങനെ വരും. ഇല്ലെങ്കിൽ വെള്ളം കൂടി ഇതിൻ്റെ ചുവട് ഭാഗം അഴുകി വരുമ്പോഴാണ് ഇലകൾ മഞ്ഞളിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, നമ്മൾ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി അതിൻ്റെ കോഡക്സ് നോക്കുക. ഇപ്പോൾ അഡീനിയത്തിൻ്റെ പൂക്കാലമാണ്. നമ്മുടെ ഓഫർ പ്ലാന്റുകൾ ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഉടൻ ചെയ്യുന്നതായിരിക്കും. പുതിയ ഓഫറിലുള്ള പ്ലാന്റുകൾ കൊടുക്കുന്നുണ്ട്. നല്ല പ്ലാന്റുകളാണ്, നല്ല ഏറ്റവും പുതിയ കളറുകളാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതും നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.